ഇതൊക്കെ നമ്മൾ കല്യാണത്തിന് പോയി കഴിയുമ്പോൾ ഒരു ഈവനിങ് സ്നാക്സിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പാസ്ട്രി ഐറ്റം ഉണ്ട്, സ്വിസ് റോൾ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്വിസ് റോൾ ഉണ്ടാക്കി നോക്കാം. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. അപ്പോൾ സ്വിസ് റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിലോട്ടൊരു 1/2 കപ്പ് ഫ്ലോർ എടുക്കണം. പിന്നെ നമ്മളൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്. ഇതെല്ലാം ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു ബീറ്ററിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിലോട്ടൊരു 2/3 കപ്പ്, അതായത് ഏകദേശം ഒരു 135 ഗ്രാംസ് പൗഡർഡ് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതിലോട്ടൊരു 4 എഗ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. ഒരെണ്ണം മിക്സ് ആയതിനു ശേഷം അടുത്തത് ആഡ് ചെയ്യാം. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലോർ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 5-6 പ്രാവശ്യം ഫോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് 10 x 12 ഇഞ്ച് സൈസിലുള്ള റെക്റ്റാങ്കിൾ പാൻ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാം. പ്രീ ഹീറ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാറ്റർ ഉള്ളിലോട്ട് വെക്കുകയാണ്. നമ്മൾ ബാറ്റർ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. 160-ലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുന്നതിന് മുന്നായിട്ട് ഇതിന് മേലെ കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു ബട്ടർ പേപ്പർ എടുത്ത് അതിലും കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്യണം. ഇനി നമ്മളുടെ കേക്ക് നമ്മളുടെ ബട്ടർ പേപ്പറിലോട്ട് മാറ്റാൻ പോവാണ്. ഇതെല്ലാം ചൂടോടുകൂടി തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന ബട്ടർ പേപ്പർ നമുക്ക് ഊരി മാറ്റാം. ഇനി നമുക്ക് നമ്മളുടെ കേക്ക് ഒന്ന് റോൾ ചെയ്യാം. ഇതെല്ലാം ചൂടോടുകൂടി തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ പൊട്ടി വരും. ഇനി നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തത് ഒരു 30 മിനിറ്റ്സ് നമ്മൾ കൂളാവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ്സ് വെച്ച് കൂളായി. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യമുള്ള ക്രീം ഉണ്ടാക്കണം. ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഗനാഷ് ആഡ് ചെയ്യണം. ഗനാഷ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയാത്തവർ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ബീറ്റ് ചെയ്ത ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണ്. ഇനി നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ക്രീം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ടിപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൺ ആയിട്ട് ക്രീം എല്ലായിടത്തും ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. മെല്ലെ മെല്ലെ ബട്ടർ പേപ്പറിൽ നിന്ന് വിട്ട് പോരുന്ന രീതിയിൽ റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഡിസൈനിങ്ങിനായിട്ട് കുറച്ച് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സീവർ വെച്ചിട്ട് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിൽ കൊച്ചു കൊച്ചു ഹോൾ ഇട്ടിട്ട് ഒരു സ്റ്റെൻസിൽ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ഐസിങ് ഷുഗറും നമ്മൾ ഇതുപോലെ ഒരു സീവർ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ സ്വിസ് റോളിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്വിസ് റോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും, ചോക്ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും വരും. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.